ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചിതമായ നല്ല സമറിയക്കാരൻ്റെ ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. പരസ്നേഹവും ദൈവസ്നേഹവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ ഈ അധ്യായം ചൂണ്ടിക്കാണിച്ച് പറയുന്നു. കാരണം പരസ്നേഹത്തിന് മുന്നിൽ കൊടുക്കുന്ന നല്ല സമറിയക്കാരൻ്റെ ഉപമയും ദൈവസ്നേഹത്തിന്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മർത്തായും മറിയവുമായിട്ടുള്ള സംഭാഷണം അത് തുടർന്ന് വരുന്നു. ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നിയമജ്ഞനാണ്. നിയമജ്ഞൻ പൂർണ്ണമായിട്ടും യേശുവിൻ്റെ ഒരു എതിരാളിയല്ല. കാരണം യേശു പറയുന്നത് മനസ്സിലാക്കാനും അതെല്ലാം സമ്മതിക്കാനുമൊക്കെ അയാൾ തയ്യാറാണ്. നന്നായിട്ട് ഉത്തരം പറയുന്നു. ഈശോ അയാളുടെ ഉത്തരത്തിൽ തൃപ്തനാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. അങ്ങനെ പൊതുവെ പറഞ്ഞാൽ ഈ നിയമജ്ഞൻ യേശു പറയുന്നതിനോടൊക്കെ യോജിക്കുന്നു. അവസാനം യേശു പറഞ്ഞ ഈ ഉപമയും അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കുള്ള വലിയ ഒരു കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം, സഹോദരനെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ വ്യക്തമായി തൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയതിനപ്പുറം ഒരു അയൽക്കാരൻ എനിക്കുണ്ടോ എന്നുള്ളതാണ് അയാളുടെ ചോദ്യം. ആരാണ് എൻ്റെ അയൽക്കാരൻ? അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരനല്ലാത്തവൻ എന്നുള്ള ചോദ്യമാണ് ഈ നിയമജ്ഞൻ്റെ മനസ്സിലുള്ളത്. അവസാനം കർത്താവ് പറയുന്ന, മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നല്ല സമറിയക്കാരനെ ഉൾക്കൊള്ളാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചതെന്ന് ഈശോ ചോദിക്കുമ്പോൾ ഈ നിയമജ്ഞൻ്റെ ഉത്തരം വളരെ ഡിപ്ലോമാറ്റിക്കാണ്. അവനോട് കരുണ കാണിച്ചവൻ എന്നാണ് പറയുന്നുള്ളൂ. ആ സമറിയക്കാരൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം എളുപ്പമായേന്, എത്രമാത്രം നന്നായേന്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് വിഷമം എന്താണെന്ന് വെച്ചാൽ, യഹൂദന്മാരും സമറിയക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ഒരു വംശവൈരമാണ്. യഹൂദന്മാർ, പ്രത്യേകിച്ച് നിയമജ്ഞർ, റിച്വൽ പ്യൂരിറ്റി, എല്ലാ നിഷ്ഠകളിലും അതിൽ നീതി കണ്ടെത്തിയിരുന്നവരാണ്. അതിൻ്റെ പരിശുദ്ധിയിൽ എല്ലാം കൃത്യമായി പരിപാലിക്കുന്നതിൽ, എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അനുസരണത്തിൽ നിറവേറ്റുന്നതിൽ പരിപൂർണത കണ്ടെത്തിയിരുന്നവരാണ് ഈ നിയമജ്ഞർ. അവിടെയാണ് ഈശോ മറിച്ച് ഒരു മാതൃക തരുന്നത്. അപ്പോൾ നമുക്ക് ഈ നിയമജ്ഞൻ്റെ മാതൃക അത് ഒരു മാതൃകയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. നിയമജ്ഞൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്: എൻ്റെ മുൻവിധികളും എൻ്റെ കണക്കുകൂട്ടലുമൊക്കെ വെച്ചിട്ട് ദൈവത്തെയും സഹോദരങ്ങളെയും അളക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? യഥാർത്ഥ ദൈവസ്നേഹവും പരസ്നേഹവും അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ സ്വാർത്ഥതയുടെ മൂടുപടം ഭേദിച്ച് പുറത്തു വരണം എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് നമുക്ക് കർത്താവ് പറയുന്ന ഉപമയിലെ കഥാപാത്രങ്ങളെ നമുക്ക് സ്വീകരിക്കാം. അവിടെ പുരോഹിതനുണ്ട്, ലേവായനുണ്ട്. ജെറൂസലം നഗരം 3000 അടി ഉയരത്തിലാണ്. താഴെ ജെറിക്കോയിലേക്കുള്ള ആ യാത്രയിലാണ് ഈ സംഭവം നടക്കുക. ഏകദേശം 32 കിലോമീറ്ററാണ് ദൂരം. തീർത്തും അപകടമുള്ള ഒരു വീഥിയാണ്. ഒരുപക്ഷേ ഈ മനുഷ്യന് ചിന്തിച്ചേക്കാം, ഈ പുരോഹിതനും ലേവായനും വീണ് കിടക്കുന്ന മനുഷ്യൻ, അയാൾ മൃതനായിരിക്കും,
മൃതശരീരത്തിൽ തൊട്ടാൽ അശുദ്ധിയാണ്. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ മൂലഭാഷയിൽ ഗ്രീക്കിൽ പറയുക ഹി വാസ് ഗോയിങ് ഡൗൺ ദാറ്റ് വേ എന്നാണ്. അപ്പോൾ മലയിറങ്ങി പോരുകയാണ് മനുഷ്യൻ, ജെറിക്കോയിലേക്കാണ് പോകുന്നത്. ജെറൂസലത്തെ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. അല്ലെങ്കിൽ ജെറൂസലത്തേക്കല്ല പോകുന്നത്, ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത്. അപ്പോൾ അതും ഒരു സഹായിക്കാതിരിക്കാനായിട്ടുള്ള കാരണമായിട്ട് പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഈ മൃതപ്രായനായി കിടക്കുന്ന മനുഷ്യൻ്റെ ചുറ്റും കള്ളന്മാർ അടുത്ത് പതുങ്ങിയിരിക്കണ്ടാകാം എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ടാകാം അടുത്ത് ചെല്ലാതിരുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ഓർക്കേണ്ടത് യഹൂദ മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള, അതിന് പ്രതിനിധികളായിട്ടുള്ള നിയമജ്ഞനും അല്ലെങ്കിൽ പുരോഹിതനും ലേവായനും അവിടെ തങ്ങളുടെ ദൗത്യത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുക. എണ്ണയും വീഞ്ഞും ഒരു ആരാധനക്രമത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ പുരോഹിതൻ്റെ കയ്യിൽ എണ്ണയും വീഞ്ഞും ഉണ്ടായിരുന്നിരിക്കണം. അതൊന്നും ഈ പാവപ്പെട്ടവന്, മുറിവേറ്റവനെ സഹായിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ഈ പുരോഹിതനും ലേവായനും നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. പല പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മുറിവേറ്റ് വീണ് കിടക്കുന്നവനെ സഹായിക്കാതെ പോകുന്നു. നമ്മുടെ തിരക്കുകളാണ്, നമ്മുടെ വ്യഗ്രതകളാണ്, നമ്മുടെ സ്വാർത്ഥതയാണ്, ചിലപ്പോഴൊക്കെ നമ്മുടെ നിസ്സംഗതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രatelli tutti-യിൽ 3-ാം അധ്യായത്തിൽ ഏറ്റവും ശക്തമായിട്ട് വിമർശിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ഈ നിസ്സംഗതയാണ്. അപ്പോൾ ഈ നിസ്സംഗത നമ്മിൽ നിറയുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക സമ്രായനെക്കുറിച്ചാണ്. സമ്രായൻ ഒരു യഹൂദനല്ല, പക്ഷേ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നിയമം കൃത്യമായിട്ട് പാലിക്കുന്നത്, യഹൂദ നിയമത്തിൻ്റെ അന്തസ്സത്ത് ശരിക്കും മനസ്സിലാക്കുന്നത് ഈ നിയമമില്ലാത്ത അല്ലെങ്കിൽ ബാഹ്യമായിട്ട് യഹൂദന്മാരെ ശുദ്ധരായിട്ട് കാണാത്ത ഈ വിജാതീയനാണ്, ഈ സമ്രായനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് സമ്രായനെ നമുക്ക് മാതൃകയായിട്ട് നൽകുന്നു എന്നുള്ളതാണ്. അവിടെ വംശശുദ്ധിയോ മറ്റ് മികവോ ഒന്നും പ്രാധാന്യമുള്ളതല്ല. നിനക്ക് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിൻ്റെ ചുറ്റും ഞെരുങ്ങുന്നവനെ സഹായിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അതാരുമായിക്കൊള്ളട്ടെ, നിൻ്റെ ചുറ്റുവട്ടങ്ങൾക്കപ്പുറത്തേക്ക് നിൻ്റെ സഹായഹസ്തം നീ നീട്ടണം. മുറിവേറ്റ് വീണ് കിടക്കുന്നവൻ്റെ സ്ഥാനത്ത് നമുക്ക് നമ്മെ തന്നെ കൊണ്ടുവരാം. നാമും മുറിവേറ്റവരാണ്. ഏറെപ്പേരുടെ സഹായം ലഭിച്ചതുകൊണ്ടാണ് നാം ഇന്നത്തെ സ്ഥിതിയിലായിരിക്കുന്നത്. അപ്പോൾ സൗഖ്യം സ്വീകരിച്ചവരായ നാം മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനുള്ള വലിയ ദൗത്യം കൂടിയുണ്ട് നമുക്ക് എന്ന് തിരിച്ചറിയാം. വിശുദ്ധ അഗസ്റ്റിൻ ഈ ഉപമയെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്: ഈശോയാണ് നല്ല സമ്രായൻ. മുറിവേറ്റ് വീണുകിടുന്ന മനുഷ്യവർഗത്തെ അവിടുന്ന് സഭയാകുന്ന സത്രത്തിൽ കൊണ്ടുചെന്ന് സൗഖ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അനുദിനവും ഈ നല്ല സമ്രായനാകാനുള്ള വിളിയുണ്ട്. നമുക്ക് ചുറ്റും നോക്കാം. ഈ ജെറിക്കോയിലേക്ക് പോകുന്ന ഈ വീഥി നമ്മുടെ മുമ്പിലുണ്ട്. ആവശ്യത്തിൽ ഞെരുങ്ങുന്നവനെ സഹായിക്കാൻ നമ്മുടെ നല്ല മനസ്സുണ്ടാകട്ടെ, സമയമുണ്ടാകട്ടെ, ഊർജമുണ്ടാകട്ടെ, നമ്മുടെ കഴിവുകൾ ഉണ്ടാകട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.